ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഹെയർ ബാൻഡിനുണ്ടായിരുന്നു. ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതേപോലത്തെ കടയിൽ ഇങ്ങനത്തെ ഒരു കമ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡിനെ ഇങ്ങനത്തെ ഒരു മാലേൻ്റെ കല്ലൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിയതൊക്കെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കോർക്കുക കേട്ടോ. അത്ര കോർക്കാൻ പറ്റും, അത്രയും വലിച്ച് വേണം കോർക്കേ. വലിക്കാണ്ട് കോർത്തോടുക, എന്നാൽ ഇത് കൊറാവും. ഈ കല്ല് നിൽക്കൂലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്പ്രിൻ്റ് ഓയിലില്ലേ ഇതിന് മുകളിൽ ഇങ്ങനെ തടവിയാൽ മതി. നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ള നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള കല്ല് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സാധാരണ കല്ലായാലും മതി, ഇതേപോലത്തെ ഹാർട്ട് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. കല്ല എങ്ങനെ ഉണ്ടാക്കിയാലും ഹെയർ ബാൻഡ് അടിപൊളി ഇരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ കുറേ പേർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് മൊത്തം യൂസ്ഫുള്ള് ചെയ്തോടാ. കുറച്ച് ദിവസം മാത്രമേ ഇട്ടെടുക്കുള്ളൂ. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നേ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയാലാവുകൊണ്ട് മൊത്തം നമ്മൾ യൂസ്ഫുൾ ചെയ്തോടാ. കുറച്ച് നേരം മാത്രം ഇട്ടെടുക്കാവേ. വേമ്പയും കോർത്ത് ഉണ്ടാക്കിയാലേ ഇത് ഇച്ചിരി ടൈറ്റായി നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ടൈറ്റ് ഇല്ലാണ്ട് നമ്മളിങ്ങനെ മുന്നോട്ടേക്കൊക്കെ ആക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇത് ചിലപ്പോൾ ഊരിടാനൊക്കെ സാധ്യത ഉണ്ടാവും. പയ്യെ എടുത്തിട്ട് ഈ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഹെൽത്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, പൈസ കൊടുക്കുന്നല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് വേണ്ടിയിട്ട് സാധനമൊക്കെ വർഷമെങ്കിൽ വേണം, എന്നാലും ഉണ്ടാക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഹെയർ ബാൻഡ് മാത്രമല്ല, നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനാവും. എന്തും ഉണ്ടാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എന്ത് സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാം. വീട്ടിൽ നിന്നാവുമ്പോൾ അങ്ങനെ പണി കാണിയേണ്ട. നമ്മൾ കുറച്ചും കൂടി സാധനം വേണം. തീരെ സാധനം ഇല്ലാണ്ടെങ്കിൽ തീരെ ആവത്തില്ല കേട്ടോ ചെയ്യേ. നമ്മളിങ്ങനെ ഓരോന്നായി എടുത്തിട്ട് ചെയ്യുന്നത്, മറ്റേ നമുക്ക് എല്ലാം കൂടി ആവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വല്ല അങ്ങനെ എന്തെങ്കിലും കല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് കോർക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ കല്ല് ഇപ്പോഴുള്ളൂ. എന്ത് കല്ലും നമുക്ക് ചെയ്യാം, പക്ഷെ ഒരു കല്ല് മാത്രം ചെയ്തോളാം. ആ സൈഡ് മുട്ടാണ്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം അല്ലേ. പണിയേണ്ട ആവശ്യമില്ലേ. പുറത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് ചിലപ്പോൾ അത് ഇളകിപ്പോകാൻ സാധ്യത ഉണ്ടാവും. അത് നമ്മൾ ഇളകാണ്ട് വേണം പുറത്ത്. നമ്മുടെ കൈ മുട്ടിയ ആ കമ്പി അങ്ങനെ അളയുക, എല്ലാം പോയി. ഹെയർ ബാൻഡൊക്കെ നശിക്കില്ല. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ ഇടാതെ ഒരു ദിവസമായിരുന്നു ഞാൻ ഈ ഹെയർ ബാൻഡൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ 2 ദിവസം ഞാൻ തന്നെ നേച്ചിരി ഉറക്കത്തിലായിരുന്നു. അതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആക്കി വെക്കാം. പിങ്കാണെന്ന് തോന്നുന്നു. ഇനി ആക്കുമ്പോൾ പ്രത്യേകം കുറച്ചും കൂടി കല്ല് വേണ്ടിവരും. തീരെ കല്ലില്ലാന്നുണ്ടെങ്കിൽ ആക്കാനില്ല. ഇത് കൊള്ളുന്ന അത്ര പക്ഷേ നമുക്ക് കല്ല് വേണ്ടു. ഒരുപാടൊന്നും എടുക്കണ്ട. അതുകൊണ്ട് നമ്മൾ കോർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അല്ലാതെ മറ്റേ നമുക്ക് ആവില്ല കേട്ടോ. ഇച്ചിരി വലിയ കല്ല്, ചെറിയ കല്ല്, ഏത് കല്ലാണെന്ന് നല്ല മോഡലായിട്ട് വേണം പുറത്ത്. ഇതേപോലെ ഇങ്ങനെ പുറത്ത് പോവാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് കളറും എടുക്കാം കേട്ടോ കല്ലിൻ്റെ.
കൊടുത്ത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇനി ഒരു 5-6 എണ്ണം കൂടി നമുക്ക് ഓർക്കാനുണ്ട്. കുറേ കല്ലമാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാം കൂടി എത്തും നല്ല, പക്ഷേ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് കല്ല് കുറച്ച് മുന്നോട്ടാക്കാം. ഇനി നമുക്ക് തലയിലൊന്ന് വെച്ച് നോക്കാം. ഇത് കുറവൊന്നും അറിയത്തില്ല. നല്ല ക്യൂട്ടായിട്ടില്ല. അപ്പോൾ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കേണ്ട അവരെല്ലാം ഉണ്ടാക്കിക്കോളൂ ഇതേപോലെ. അപ്പോൾ ഇത്ര ഇങ്ങനെ വീഡിയോ. ബൈ ബൈ. കുറച്ചൊക്കെ കളകിയാക്കി ഞാൻ പിന്നെ കൊടുത്തോളൂ. ബൈ ബൈ.